ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മളൊരു കിടിലൻ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വ്ളോഗിലോട്ട് കിടക്കാം. നമുക്ക് പുതുതായിട്ട് തലശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് പെപ്പർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെപ്പർ പാലസിൽ നമ്മൾ ആദ്യമായിട്ട് പോയതിൻ്റെത്. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു, അതിൻ്റെ റിവ്യൂസ് എനിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ആ റെസ്റ്റോറൻറ്റിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലായിട്ടും എനിക്ക് യൂട്യൂബിൻ്റെ താഴത്തായിട്ടും കമൻറ്റ് സെക്ഷനിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു തവണ കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യത്തിന് മാർക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ അവർ സ്റ്റാർട്ട് ചെയ്ത പാടാണ്. അപ്പം നമുക്കതിനൊരു ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും കൂടെ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാനൊരു സെക്കൻഡ് വിസിറ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ സെക്കൻഡ് വിസിറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. എൻ്റെ എന്താ പറയുക 100% എനിക്ക് എന്താണ് ഒരു ഇതിന് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് ആ റെസ്റ്റോറൻറ്റ് ബേസ്ഡ് തോന്നിയിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ കട്ടായിട്ട് പറയാൻ പോകുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് താഴത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. നോൺ എ സി ആയിരുന്നു നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നോൺ എ സിയിൽ ഇരുന്നിട്ട് നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ടും ഭയങ്കര ഒരു നോയ്സി ആയിട്ടും തോന്നി താഴത്തെ സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് മുകളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാം. എ സി സെക്ഷനിലോട്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് താഴത്തെ സെക്ഷനിൽ ഇരിക്കുന്ന ടൈമിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. മെനുവിലുള്ള ഐറ്റംസ് എല്ലാം വളരെ ക്ലിയർ കട്ടായിട്ടൊന്നും എഴുതാത്തത് കൊണ്ട് നമുക്ക് അത്ര ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ്. ജസ്റ്റ് അവർ അൽഫാം അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫ് ഉണ്ടോ ചിക്കൻ ഉണ്ടോ അതൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോത്തുംകാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ലാസ്റ്റ് ടൈം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞത്. മേ ബി ഞങ്ങൾ മിസ്റ്റേക്ക് ആണോന്നും അറിയത്തില്ല. അപ്പോൾ ദിസ് ടൈം നമ്മൾ അറിഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ചോദിക്കാനുണ്ടായത് ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടോ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്, അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ടൈം നമ്മൾ മെനു നോക്കിയിട്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായത്. അപ്പം ദിസ് ടൈം നമ്മൾ ഏറ്റവും നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏതൊക്കെയാണ് ഐറ്റം എന്ന് ചോദിച്ചു അത് തന്നെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത്? പോത്ത് റിബും പിന്നെ ഒരു ഷവർമ. എന്ത് ഷവർമയായിരുന്നത് പേരറിയില്ല, കാരണം എന്തോ ഇവിടുത്തെ സ്പെഷ്യൽ ഷവർമയാന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം പോത്ത് റിബൊക്കെ കഴിക്കാൻ പറ്റുമോ. 4 ആൾക്ക് കഴിക്കുന്ന പോർഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാർസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. മെനുവിൽ എഴുതിയിട്ടുള്ളത് ആകെ മിനി ഷവർമ അൽഫാംസ് അത്രയും ഷോർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ബട്ട് ദെൻ അതിലും കൂടുതൽ വെറൈറ്റീസ് അവിടെ ഉണ്ട് ഓൾറെഡി. ബട്ട് എന്തുകൊണ്ടാണ് അവർ ഇത്ര ഷോർട്ട് മെനു ആക്കിയതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഞങ്ങൾ പോത്ത് റിബ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു. പോത്തുംകാലുണ്ടോയെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ അവർ പോത്ത് റിബ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരോ ഐറ്റം ആണെന്ന് പോലും. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ പോയ ദിവസം പോത്ത് റിബ്സാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്ത് റിബ്സും ആ ഒരു ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 4 പേർക്ക് കഴിക്കാനുള്ള പോത്ത് റിബ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അഡീഷണൽ പൊറോട്ടയോ ഒന്നും തന്നെ ഓർഡർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സിംഗിൾ ഷവർമ ആൻഡ് ഹസൻ മട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഷവർമ ആണ്, ക്രഞ്ചി ആയിട്ടുള്ളൊരു ഷവർമ. പിന്നെ ഇത് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു ജ്യൂസ് കഴിച്ചു. ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു വെറൈറ്റിക്ക് ഞാൻ ഓറഞ്ചാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അന്ന് എനിക്ക് പൈനാപ്പിൾ കഴിച്ചിട്ട് കുറച്ച് അലർജിയായി. സോ ഇന്ന് ഓറഞ്ചാണ്. പൈനാപ്പിൾ എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ കൊള്ളാം. ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആക്കുന്നുണ്ട് ഇവിടെ നിന്ന് ആരത്. എന്തോ ഇറങ്ങി പൊട്ടിക്കാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ ഷവർമ എത്തിയിട്ടുണ്ട്. ടിപ്പിക്കൽ റോൾ സ്റ്റൈലിലോ അല്ലെ പ്ലേറ്റ് ഷവർമ പോലെയോ അല്ല സെർവ് ചെയ്തിട്ടുള്ളത്. ബട്ട് പ്ലേറ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പോലെ സാൻഡ്വിച്ച് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള പോലെ കട്ട് ചെയ്ത് 4 ആക്കിയിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ക്രഞ്ചി ആണോ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടോ ഉള്ളിലോ? ഓക്കെ. അപ്പം ഇതിപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ടും നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു നല്ലൊരു ഷവർമയായിരുന്നു. നല്ല ടേസ്റ്റിയോ ആണ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. നല്ല എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് വൺസ് ട്രൈ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഷവർമയാണ്. 120 റുപ്പീസാണ് അതിന് വന്നിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറൊക്കെ ക്രഞ്ചിയൊക്കെ ആയിട്ടുള്ള ഷവർമ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർമയാണ്. ഇതാണ് നമ്മളുടെ പോത്ത് റിബ്സ്. ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന പോത്ത് റിബ്സ് ആണ്. 4 പേർക്ക് 4 അഡൽട്സിന് കഴിക്കാൻ പറ്റുന്ന പോത്ത് റിബ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 അഡൽട്സിലല്ല, ഇത് വേണമെങ്കിൽ ഒരു 20-25 അഡൽട്സിന് വരെ കഴിക്കാൻ പറ്റും. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്നല്ലേ പറയാം.
പണ്ടത്തെ ഇതൊക്കെ അല്ലേ. അപ്പം അതേപോലെ നമുക്ക് ടേസ്റ്റ് നോക്കണമെങ്കിൽ ഒരു 100 ആൾക്ക് വേണമെങ്കിൽ ഇത് ടേസ്റ്റ് നോക്കാം. പക്ഷെ അതല്ലല്ലോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചോദിക്കുമ്പോൾ ഉള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ എത്ര പോർഷൻ ഉണ്ടാവും, നമ്മൾ എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പം അവർ മനസ്സിലാക്കണം. അവർക്ക് നമ്മളുടെ ക്വാണ്ടിറ്റി നമ്മൾ വയറവർ അറിയണമെന്നില്ല. പക്ഷെ അത് അവർ പറയുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആവായിരുന്നു. ഇത് ഒരു അൽഫാമിന്റെ വലുപ്പമേ ഉള്ളൂ. സാധാരണ ഒരു നമ്മൾ ചിക്കൻ അൽഫാം എങ്ങനെയാണോ വാങ്ങിക്കുമ്പോൾ കിട്ടുക ആ ഒരു വലുപ്പം മാത്രമേ ഇതിനുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എക്സ്ട്രാ പീസോ എക്സ്ട്രാ ഒന്നുമില്ല. ഒരു വലുപ്പം പോലും അതിനൊരു 2 ആൾക്ക് കഴിക്കാം. സാധാരണ ഇതിൽ എനിക്ക് ഒരു ഫുൾ അൽഫാം കഴിക്കാൻ പറ്റാറില്ല. ഞാൻ എവിടുന്ന് വാങ്ങിച്ചാലും ഒരു ഫുൾ അൽഫാം എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതിന്റെ ലെഗ് പോർഷൻ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനത്തെ ഞാൻ പകുതി ഇതിൻ്റെ കഴിച്ചിട്ട് അത് ഫുൾ എനിക്ക് തരുമോ എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. കാരണം ഇതിൽ പീസും കുറവാണ്, വെറും ബോൺ പീസ് റിബ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവരെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഞാൻ മിസ്റ്റേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനല്ല ആ റെസ്റ്റോറൻറ്റിൽ പോയത്, അതിന് എന്താണ് പോസിറ്റിവിറ്റി എന്ന് കാണാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ബാക്കി പാർസൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് പാർസൽ ചെയ്യാൻ പോയിട്ട് ഞങ്ങൾക്ക് തന്നെ അത് മതിയായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നോക്കിയേ, ഞാൻ തന്നെ കഴിച്ചു നല്ലൊരു പോർഷൻ. പിന്നെ ഷവർമ ആകെ ഒരെണ്ണേ ഓർഡർ ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ 2 ഷവർമയെങ്കിലും ഓർഡർ ചെയ്തായിരുന്നു. ഇവർ പറയുന്ന കേട്ട് ആ പുള്ളി പറഞ്ഞത് ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഓവർ ആയിപ്പോ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചതെന്നും അറിയില്ല. അത് എനിക്കറിയില്ല എന്താണ്. ഞങ്ങൾ എന്നിട്ട് വെയിറ്ററെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് 4 ആൾക്ക്. അത് ഇന്നലത്തെ സെർവിങ് കുറച്ചും കൂടെ വലുതായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിലെനിക്ക് അത്ര ക്ലാരിറ്റി തോന്നിയില്ല. മേ ബി ദാറ്റ്സ് ദെയർ പോയിന്റ്. അവരുടെ റെസ്റ്റോറൻറ്റ്, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സോ വി ആർ നോട്ട് ദെയർ ഫോർ ടു ക്വസ്റ്റ്യൻ എനിബഡി. പോത്ത് കഴിക്കാൻ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊക്കെ ഫ്ലേവർ വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് കഴിക്കുന്നത്. വിശപ്പ് കംപ്ലീറ്റ് മാറാത്തത് കൊണ്ടും വീണ്ടും ഇതൊന്നും ഓർഡർ ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു പേസ്ട്രി ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ റാക്കിൽ ഇങ്ങനെ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു പേസ്ട്രി നമ്മൾ സെലക്ട് ചെയ്തു. റഫല്ലോ ആണ് ഫ്ലേവർ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല ഹാർഡായിരുന്നു. ഒട്ടും മോയ്സ്റ്റ് അല്ലാത്തൊരു കേക്കാണ്. ഒരുപാട് പേസ്ട്രീസ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഇത് നല്ല എന്താ പറയുക, നല്ല ഹാർഡായിട്ട് മുറിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു പേസ്ട്രിയാണ്. എനിക്ക് തോന്നുന്നു വെച്ച് നിന്നിട്ട് ഹാർഡായി പോയതാണെന്ന് തോന്നുന്നു. അപ്പം ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് നോയ്സ് പൊല്യൂഷൻ, ആ നോയ്സ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ആ സൈഡിൽ തന്നെ AC റൂമിൽ തന്നെ അവിടെ സൈഡിൽ നിന്നിട്ട് സെർവ് ചെയ്യേണ്ടതെന്നൊന്നും പറയുന്നില്ല. ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കൂടി ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അതൊക്കെ അവരുടെ കിച്ചണിൽ തന്നെ അതിനൊരു സ്പേസ് കൊടുക്കണം. മയണൈസ് ഒക്കെ സെർവ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ്. അതൊക്കെ ഒരു അൺഹൈജീനിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എക്സെപ്റ്റ് ഫോർ ദ ടേസ്റ്റ് നല്ലതാണ്. റെസ്റ്റോറൻറ്റിലെ എല്ലാ ഫുഡും എനിക്ക് അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ബട്ട് ക്വാണ്ടിറ്റി ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആവണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഹൈജീൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആവണം, പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയുള്ള ടൈമിലാണ്. അപ്പം ഐ ഹോപ്പ് അവരിതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വിസിറ്റിൽ ഇൻ കേസ് ഇഫ് ഐ വിഷ് ടു ഗോ ഐ വിൽ ഗെറ്റ് എ ബെറ്റർ റിവ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറയാനൊരു നല്ല റിവ്യൂ ഉണ്ടാവണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്താരെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക. കമൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.